ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഠനത്തിലേക്ക് തിരിച്ചെത്തിയില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നാം ഘട്ടത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ അനുബന്ധ വിവരങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ അനുബന്ധ വിവരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്കുന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇന്ന് 11ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. നോക്കാം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? കാർഷിക കാലം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മൺസൂൺ ഇവിടെ ഓപ്ഷനായിട്ട് വരാത്തത് കേട്ടോ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. നോക്കാം. കാർഷിക കാലങ്ങളെക്കുറിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റിൽ ഇതാ ഇപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ തരം കാലങ്ങളാണുള്ളത്? ഖാരിഫ്, റാബി, സെയ്യദ് നമുക്കറിയാം. നോക്കാം. ഖാരിഫ് കാലത്തിലെ വിളയിറക്കൽ എപ്പോഴാണ്? ജൂണിലാണ്, മൺസൂണിൻ്റെ ആരംഭത്തിൽ. വിളവെടുപ്പ് കാലം നവംബർ ആദ്യ വാരമാണ്, അതായത് മൺസൂണിൻ്റെ അവസാനം. പ്രധാന വിളകൾ ഏതാണ്? ഖാരിഫ് വിളകളുടെ ഉദാഹരണങ്ങളായിട്ടൊക്കെ ചോദിച്ചേക്കാം. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഓക്കെ, അടുത്തത് റാബിയാണ്. റാബി കാർഷിക കാലത്തിൽ വിള ഇറക്കുന്നത് എപ്പോഴാണ്? നവംബറിൻ്റെ മധ്യത്തോടു കൂടിയാണ്, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിലാണ് റാബി വിള ഇറക്കുന്നത്. വിളവെടുപ്പ് എപ്പോഴാണ്? വേനലിൻ്റെ ആരംഭത്തോടു കൂടിയാണ് റാബിയുടെ വിളവെടുപ്പ്, അതായത് മാർച്ച് മാസത്തിൽ. പ്രധാന വിളകൾ നോക്കാം. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. മൂന്നാമതായിട്ട് സയ്യദാണ്. സയ്യിദ് കാർഷിക വിളകളുടെ വിളയിറക്കൽ മാർച്ചിലാണ്, വേനലിൻ്റെ ആരംഭത്തിലാണ്, മാർച്ചിൽ. വിളവെടുക്കുന്നത് ജൂണിലാണ്, മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി സെയ്ദ് വിളകളുടെ വിളവെടുപ്പ് നടക്കും. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനമായിട്ടും സെയ്ദ് കാലഘട്ടത്തിലെ പ്രധാന വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഖാരിഫ് കണ്ടു, റാബി കണ്ടു, സെയ്ദ് കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം? 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 കോത്താരി കമ്മീഷൻ. 1ഉം 3ഉം ആണ് ആൻസർ. എ ആണ് നമ്മുടെ ഉത്തരം. 1ഉം 3ഉം ശരി എന്നത്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ്. നമുക്ക് നോക്കാം. കമ്മീഷനുകൾ, ലക്ഷ്യങ്ങൾ, ശുപാർശകൾ എന്നിങ്ങനെ 3ആയിട്ട് കോളം വൈസായിട്ട് SCERT കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനിലാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGC രൂപീകരിക്കണം. ഈ ഒരു കമ്മീഷൻ്റെ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണ് എന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്ത് പോവുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGC രൂപീകരിക്കണം. അടുത്തത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 വന്നിട്ടുള്ള കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഈ ഒരു കമ്മീഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെ ശുപാർശകളാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം.
ത്രിഭാഷാ പദ്ധതി ഏത് കമ്മീഷനിലാണ് വന്നിട്ടുള്ളത്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനിലാണ് കേട്ടോ. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന കമ്മീഷൻ ഏതാണ്? അത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ 1964 വന്നിട്ടുള്ള കമ്മീഷനാണ്. ലക്ഷ്യം എന്താണ്? പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ്. അപ്പോൾ അവർ തന്നിട്ടുള്ള ശുപാർശകൾ, കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതുമാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ ഇവിടെ രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ ഇവ രണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ടും ഏതൊക്കെയാണ്? രംഗനാഥ മിശ്ര കമ്മീഷനും അതുപോലെ മുഖർജി കമ്മീഷനും എന്താണെന്ന് നോക്കാം. മുഖർജി കമ്മീഷൻ എന്താണ്? മുഖർജി കമ്മീഷൻ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള മനോജ് കുമാർ മുഖർജിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകളിലൊന്നാണ് മുഖർജി കമ്മീഷൻ, അതുപോലെ ഷാനവാസ് കമ്മീഷൻ, ഖോസ്ലെ കമ്മീഷൻ എന്നിവ. അപ്പോൾ മുഖർജി കമ്മീഷൻ എന്താണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനാണ്. ഇനി രംഗനാഥ മിശ്ര കമ്മീഷനാണ്. രംഗനാഥ മിശ്ര കമ്മീഷൻ എന്താണ്? ഇന്ത്യയിലെ ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും 2004 രംഗനാഥ് മിശ്ര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. അതായത് അതിൻ്റെ മറ്റൊരു പേരാണ് ദേശീയ മതഭാഷാ ന്യൂനപക്ഷ കമ്മീഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് രംഗനാഥ മിശ്ര കമ്മീഷനും മുഖർജി കമ്മീഷനും. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കഷൻ ചെയ്തപ്പോൾ കുറിച്യ കലാപത്തെക്കുറിച്ച് കണ്ടതാണ്. 1812 കുറിച്യ കലാപം നടന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 1812 കുറിച്യ കലാപം നടന്നത്. അതുപോലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടതാണ്. ഇനി ബാക്കിയുള്ളവയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുണ്ടറ വിളംബരം ആദ്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കാം. മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്നേരം നമ്മൾ പഠിച്ചതാണ്. നോക്കൂ, 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ. ഈ 3 പോയിന്റ്സും കണക്റ്റഡ് ആയല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടി. 1809 കുണ്ടറ വിളംബരം എന്നത്. അപ്പോൾ നമ്മളവിടെ കണ്ട പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഏതായിരുന്നു അത്? നോക്കാം. ഇതാ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ നമ്മൾ പാലിയത്തച്ഛനെ കുറിച്ചും കണ്ടതാണ്. ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നോക്കാം. കുളച്ചൽ യുദ്ധവും ആറ്റിങ്ങൽ കലാപവും നമുക്ക് പഠിക്കാനുണ്ട്. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും പഠിക്കാം. ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 നടന്ന ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ഇനി ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ്? അത് ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട
ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി എപ്പോഴാണ് ഒപ്പുവെച്ചത്? അത് 1723 കേട്ടോ. 1723 അപ്പോ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? അതാണ് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു 1723 എന്ന്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച ആളാണ് അലക്സാണ്ടർ ഓം എന്നുകൂടി ഓർത്തിരിക്കുക. അലക്സാണ്ടർ ഓം. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമുമാണ്. അപ്പൊ നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് നോക്കാം. കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 ഓഗസ്റ്റ് 10. ഇനി കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പൊ അതിലൊരു സവിശേഷതയുണ്ട്. എന്താന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിലാണ്. കുളച്ചൽ എന്ന ഈ ഒരു സ്ഥലം, കുളച്ചൽ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ ആരാണ്? അത് ഡിലനോയി ആണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ്. ഈ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതും കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് ആരാണ്? അത് വീരരവിവർമ്മയാണ്. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി. അപ്പൊ കുളച്ചൽ യുദ്ധവും നമ്മൾ കണ്ടു, അതുപോലെ ആറ്റിങ്ങൽ കലാപവും കണ്ടു. അപ്പൊ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ആയല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി. ഇവിടെ തന്നിട്ടുള്ളവയിൽ വേദാധികാര നിരൂപണം ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പിസ്വാമികളുടേത്. അപ്പൊ നമുക്ക് നോക്കാം ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഒന്ന് വേദാധികാര നിരൂപണം, പിന്നെ പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം ഇവയെല്ലാം തന്നെ ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതച്ഛേദനം. ഇനി ചട്ടമ്പിസ്വാമികളുടെ തന്നെ മറ്റ് ചില കൃതികളൂടി നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ആദിഭാഷ, ക്രിസ്തുമതസാരം, നിജാനന്ദ വിലാസം, ശ്രീചക്ര പൂജാകൽപ്പം, അദ്വൈത പഞ്ചരം, പുനർജന്മ നിരൂപണം, തർക്കരഹസ്യരത്നം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, സർവമത സമാരസ്യം, ബ്രഹ്മതത്വ നിർഭാസം, തമിഴകം ഇവയെല്ലാം തന്നെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ആദിഭാഷ, ക്രിസ്തുമതസാരം, നിജാനന്ദ വിലാസം, ശ്രീചക്ര പൂജാകൽപ്പം, അദ്വൈത പഞ്ചരം, പുനർജന്മ നിരൂപണം, തർക്കരഹസ്യരത്നം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, സർവമത സമാരസ്യം,
ബ്രഹ്മതത്വ നിർഭാസം, തമിഴകം. ഇവയെല്ലാം തന്നെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഓപ്ഷൻസിൽ നോക്കൂ, ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇവയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളുമാണ്. ഏതൊക്കെയാണ്? ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതുപോലെ മറ്റു ചില കാര്യങ്ങളും SCERTയിൽ ഇത് ഇങ്ങനെ ഒരു ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൈവദശകവും ആത്മോപദേശ ശതകവും ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുൻപ് രചിച്ച പ്രാർത്ഥനാ ഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ്. ദൈവദശകം ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരു. ഇത്തരത്തിൽ 4 വരികൾ തന്നിട്ട് ഇത് ഏത് കൃതിയിൽ നിന്നാണെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദ്യപേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, നോക്കി വെക്കുക. അതുപോലെ ഇത് ആത്മോപദേശ ശതകത്തിൽ നിന്നുള്ളൊരു ശ്ലോകവും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആ ചോദ്യം കണ്ടു കഴിഞ്ഞു. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദുമായാണ് നവംബർ 11 ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അത് SCERTയിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ട് നോക്കാം കേട്ടോ. ഇത് നോക്കിക്കേ, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. അടുത്തത്, തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്. ബംഗാൾ. നോക്കാം അത് SCERTയിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. സമരങ്ങളും നടന്ന സ്ഥലങ്ങളും എന്ന് ചെറിയൊരു ബോക്സ് ആയിട്ടാണ് SCERT കൊടുത്തിട്ടുള്ളത്. ഏത് ക്ലാസ് ആണെന്നൊന്നും അങ്ങനെ ഓർക്കുന്നില്ല. ഇതൊരു ഭാഗം SCERTയിൽ നിന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നോക്കാം, സമരങ്ങൾ. തെബാഗ സമരം ബംഗാളിലാണ് നടന്നിട്ടുള്ളത്. തെബാഗ എവിടെയാണ്? ബംഗാളിലാണ്. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിലാണ്. നാവിക കലാപം എവിടെയാണ് നടന്നത്? ബോംബെയിലാണ് കേട്ടോ. ബോംബെയിലാണ്. തെബാഗ സമരം ബംഗാളിലാണ്. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശിലും നാവിക കലാപം ബോംബെയിലുമാണ് നടന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാ ഇവിടെ ഉണ്ട്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, വാഗ്ബടാനന്ദനാണ്. വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദൻ. അപ്പൊ ഇതുകൂടെ ഒന്ന് നോക്കിക്കോളൂ, ഈ ചോദ്യം കൂടെ. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. ഇപ്പം ഈ 2 ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നമുക്ക് SCERTയിൽ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടെ കിട്ടും. നമുക്കിതാ നോക്കാം. സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഒരു ടാബ്ലർ ഫോമായിട്ട് SCERTയിൽ കൊടുത്തിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു എന്താണ്? SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഇനി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. ഇതാ ഇവിടെ കണ്ടോ, വാഗ്ബടാനന്ദൻ. വാഗ്ബടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ്.
സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചത് എന്താണ്? സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചത് അരയ സമാജമാണ്. അരയ സമാജം. അരയ സമാജം ആര് സ്ഥാപിച്ചു? പണ്ഡിറ്റ് KP കറുപ്പൻ. ഇനി നായർ സർവീസസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ്റെതാണ്. നായർ സർവീസസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇത് അവസാനമായിട്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. അപ്പൊ നമ്മൾ കണ്ടല്ലോ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അതുപോലെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്. കേരളത്തിലേതാണ് കേട്ടോ. നോക്കാം, അതും നമ്മൾ SRTയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽ പാത 1861 നിർമ്മിച്ചത്. എവിടം മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത. 1861 നിർമ്മിച്ചു. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി? ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. എവിടം തൊട്ട് എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. എപ്പോഴാണ്? 1861. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? അപ്പൊ നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തൊരു പോർഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഇത് ഈ ഒരു ഭാഗം SRTയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് വായിക്കാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പോൾ ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനായിട്ടുള്ള അവകാശം ലഭിച്ചത് എപ്പോഴാണ്? 1859. അതിനുള്ള അനുമതി നൽകിയത് ഉത്രം തിരുനാൾ മഹാരാജാവുമാണ്. 2 പോയിന്റ്സ് ആയിട്ടുണ്ട്. അടുത്ത നോക്കാം. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിനു മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഈ വാക്കുകൾ ആരുടേതാണെന്ന ചോദ്യവും വരും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. എവിടെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുൻപിലാണ്. ഓക്കെ, അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ. ഇനി അടുത്ത പോയിന്റ്, വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും അദ്ദേഹം ഉദ്ബോധിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്.
വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു വിളിച്ചുകൂട്ടി. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞതാരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ഓർത്തിരിക്കുക, വൈക്കം സത്യാഗ്രഹം 1924. ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. പോയിന്റ്സ് ശ്രദ്ധിക്കുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്നതാണ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്നതാണ് സവർണ ജാഥ. ടി.കെ. മാധവന്റെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ടി.കെ. മാധവനാണ്. ബാക്കി കൂടെ നമുക്ക് നോക്കാം. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. ഏത് വർഷം? 1931. എ കെ ഗോപാലനായിരുന്നു സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലനായിരുന്നു. ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എവിടെ? തിരുവിതാംകൂറിൽ. ഏത് വർഷം? 1936 നവംബർ 12. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം പ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പം എത്ര പോയിന്റ്സാ നോക്കി ഒറ്റ പോർഷനിൽ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇത് അവസാനം പറഞ്ഞത് ഒന്നുകൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924 ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ. അതേ തുടർന്ന് നമ്മൾ എന്താ പറഞ്ഞത്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നയിച്ചത്. കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം 1931. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉടനെ തന്നെ നമ്മൾ തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.